നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ല. എങ്കി വാ, ഞാൻ ചായ ഇട്ടുതരാം. വേണ്ട. പിന്നെന്താ വേണ്ടേ? പായസം വെച്ചാലോ നമുക്ക്? അല്ല, രാത്രി സമയമൊന്നും നോക്കണ്ട. നമുക്ക് കഴിക്കണമെന്ന് തോന്നി അങ്ങ് കഴിക്കണം. ഷോ, ഉള്ളിലുള്ള സന്തോഷം എങ്ങനെയാ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിയാണ്ടിരിക്കുക. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് സെലിബ്രേറ്റ് ചെയ്യണം. പക്ഷേ ഈ പാതിരാത്രിയിൽ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. എന്ത് സെലിബ്രേറ്റ് ചെയ്യാൻ? എന്റെ ഭർത്താവിന്റെയും മകന്റെയും ആർക്കും പിടികിട്ടാത്ത അഭിനയം, അതിഗംഭീരമായ പ്രകടനം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, സൂര്യൻ നന്ദിനിയും തമ്മിലുള്ള ബന്ധം എന്താ ചോദിച്ചേട്ടാ? അവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഇവിടെ ആർക്കാ അറിയാത്തത്? ഇവിടെ എല്ലാവർക്കും അറിയാം. നമ്മളെ അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അവർക്കറിയോന്നാ എന്റെ ചോദ്യം. നിങ്ങൾക്കറിയോ? അല്ല, ഓരോ തവണ അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഞാൻ ശ്രമിക്കുമ്പോ എന്തൊക്കെയായിരുന്നു വാചകം. ഭാര്യ എന്ന നിലയ്ക്കുള്ള അവളുടെ അവകാശം, താലി കഴുത്തിലുള്ള പെണ്ണിനോട് കാണിക്കേണ്ട മാന്യത. 3 പേരും കൂടെ ചേർന്ന് ഞങ്ങളൊക്കെ പറ്റിക്കായിരുന്നല്ലേ? താൻ വെറുതെ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണോ? അവര് ഭാര്യയും ഭർത്താവും അല്ല എന്ന് പറഞ്ഞത് ഞാനല്ല, സൂര്യ. ഒരു മുറിയില് 2 പായിൽ കിടന്നുറങ്ങുന്നു എന്നല്ലാതെ അവര് തമ്മിൽ മറ്റൊരു ബന്ധമൊന്നും ഇല്ലെന്ന് അവൻ വിളിച്ച് പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. എന്താ അത് സത്യല്ലേ? അവളിവിടെ നിന്നതേ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, താലി മഹത്തായ കാര്യമാണെന്നുള്ളൊരു വിശ്വാസം കൊണ്ടും അല്ല, നിങ്ങളുടെ ഒരൊറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ. അതെ, ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട്. എന്റെ മകന്റെ ഭാര്യ അവനോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എടുത്ത് ഭാര്യ എന്നുള്ള വാക്ക് ഇനി അവളെ കുറിച്ച് പറയരുത്. ആ, സാരമില്ല. നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ അവളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാലും അവര് തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. അവളോടെ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങി പൊയ്ക്കോളാൻ അവൻ പറഞ്ഞു. ഇല്ല, സൂര്യ അങ്ങനെ പറയില്ല. പറഞ്ഞു. അവള് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ഇനി എന്താ നടക്കാനുള്ളത്? നാളെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ അവളോട് നിങ്ങളുടെ ഈ യാചന, ദേ, അങ്ങനെയൊന്ന് ഈ വീടിനകത്ത് നടക്കാൻ പാടില്ല. അവള് നാളെ യാത്ര പറയായിരിക്കും, അല്ലെങ്കിൽ യാത്ര പറയാതെ നമ്മൾ ഉണരുന്നതിന് മുമ്പ് പോവുമായിരിക്കും. അത് എന്നേക്കുമായി അവസാനിച്ചെന്ന് കരുതി ഇവിടെ മിണ്ടാതിരുന്നോണം. അല്ലാതെ വീണ്ടും ഈ അച്ഛന്റെ വേദന കളിച്ച് ഞങ്ങളെയൊക്കെ വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. അവള് തനിക്ക് എന്ത് ദ്രോഹാടോ ചെയ്തത്? താൻ തോറ്റു എന്നിങ്ങനെ വിളിച്ചു പറയുന്നതല്ലാതെ തന്നെ തോൽപ്പിക്കാൻ അവൾ എന്താ ചെയ്തത്? പറ പത്മ. നിങ്ങൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം തോന്നണമായിരുന്നു. ഈ കുടുംബത്തിന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്ത വേണമായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടോ? ഈ കുടുംബം ഇപ്പൊ ആർക്ക് വേണമെങ്കിലും കയറി വരാനുള്ള അവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചില്ലേ? അതുകൊണ്ടാ നിങ്ങൾക്കത് മനസ്സിലാവാത്ത. ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയ പേരും പ്രശസ്തിയും എവിടെയെങ്കിലും ചെന്നാൽ ഈ കുടുംബത്തിന് കിട്ടുമായിരുന്നുള്ള മുൻഗണന തകർത്ത് കളഞ്ഞതേ നിങ്ങൾ ഈ പറഞ്ഞ വേലക്കാരിയാ. എനിക്കത് വളരെ നഷ്ടാ. ദേ, ഇറങ്ങാൻ പോകുന്നവളെ കുറിച്ച് ഞാൻ ഇനി വേറെ ഒന്നും പറയുന്നില്ല. ബാക്കി അവള് തീരുമാനിക്കട്ടെ.
തനിക്ക് പോവാം. തനിക്ക് തന്റെ വീട്ടിലേക്ക് പോവാം. ഈ മുറിക്ക് പുറത്ത് മാത്ര നമ്മള് ഭാര്യയും ഭർത്താവും. ഈ മുറിക്കകത്ത് ജസ്റ്റ് ഫ്രണ്ട്സ്. അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള റിലേഷൻ. തന്നിൽ എനിക്കൊരു അവകാശമില്ല. താൻ പോണം നന്ദിനി. ഇതിനു മുന്നില് ഒരു തിരി ആരെയും കത്തിക്കുമെന്ന് എനിക്കറിയില്ല. സൂര്യ സാർ നല്ല മനുഷ്യനാ. ആ മനസ്സിൽ മുഴുവൻ സ്നേഹമുണ്ട്. എന്നെ എന്റെ കുടുംബത്തെയും ഇത്തിരി മനസ്സറിഞ്ഞ് സ്നേഹിച്ചൊരാള് ഈ കുടുംബത്തിൽ വേറെ ഉണ്ടാവില്ല. കാവലായിട്ട് അമ്മ ഉണ്ടാവണം. കാത്തോളിനെ എന്റെ സാറിനെ.